മദ്യം വീര്യം കൂടിയാലും കുറഞ്ഞാലും അത് ഇസ്ലാമികമായിട്ട് ഹറാമാണ്. അത് നജസ്സും കൂടെയാണ്, അശുദ്ധമായൊരു വസ്തുവാണ്. അത് സ്പർശിക്കുന്നത് പോലും ഹറാമാണെന്നുള്ളതാണ്. ആ കാര്യത്തിലൊരു സംശയവുമില്ല. അപ്പം ഇപ്പം അങ്ങനെ ഒരു നയം സ്വീകരിച്ചിട്ടുണ്ട്. പണ്ടിവിടെ കള്ളില്ലായിരുന്നു തീരെ. അത് 67-ലാണ് ആ കള്ളുണ്ടായത്. ഇപ്പം ഒന്നുകൂടെ വ്യാപകമാക്കാനുള്ള ഒരു പരിപാടിയാണ്. അതിൽ നിന്ന് എല്ലാവരും പിന്തിരിയണമെന്നാണ് നമ്മളുടെ ആവശ്യപ്പെടാനുള്ളത്. കാരണം മറ്റൊരു സ്ഥലത്ത് തൂഫാൻ എന്ന് പറഞ്ഞ് വേറൊരു പരിപാടി ഇത്തരം സംഗതികളൊക്കെ നിരോധിക്കാൻ വേണ്ടി നടത്തുക. അതോടുകൂടെ തൂഫാനെതിരെ ഉള്ളൊരു പ്രവൃത്തിയായിക്കൊണ്ടാണല്ലോ ഇത് നടക്കേണ്ടി വരിക. അതിന് വൈരുദ്ധ്യങ്ങൾ ഒരേ കൂട്ടർ ചെയ്യുക എന്നുള്ളത് ശരിയല്ല. മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കില്ല, ബന്ധപ്പെടില്ല എന്നൊക്കെ തങ്ങളവറുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ഒരു നടപ്പാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിനെ നമ്മളും പ്രതീക്ഷ. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്. അതൊരിക്കലും മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അത് നടപ്പാക്കിയാൽ അവർക്കും അത് ഒരു പെരുദോഷമായിരിക്കും എന്ന് തങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ തൂഫാൻ വാരിയേഴ്സുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങൾ ഭാഗത്ത് വലിയ വിമർശനമായി പോയിട്ടുള്ളത്. അത് തൂഫാൻ നമ്മൾ വളരെ പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതിയാണ്. തൂഫാൻ എന്ന് പറഞ്ഞാൽ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലഹരി വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരവസ്ഥ വരണം എന്ന നിലക്കാണ് തൂഫാൻ നടക്കുന്നത്. അതേ ഭാഗത്ത് തന്നെ ഇപ്പുറത്ത് ലഹരി ഉപയോഗം ശക്തമാക്കാൻ, വ്യാപകമാക്കാനുള്ള പദ്ധതിയാണ്. അതിൻ്റെ ടാക്സൊക്കെ കുറച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണ ജനങ്ങൾ കേട്ടാൽ എന്താ അവർക്ക് വല്ല ഭ്രാന്തായിണമെന്ന് തോന്നൂലേ. സുന്നി ലയനം എന്ന് പറയുന്നത് ഇങ്ങനെ നടക്കുന്നതല്ലാതെ അത് കാര്യമായിട്ട് അതിന് ഒരു കൂട്ടരിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട റയീസ് നമ്മളെ സയ്യിദുൽ ഉലമ തങ്ങളവറുകളും AP അബൂബക്കർ മുസ്ലിയാരും ഒക്കെ അതിന് വളരെ പച്ചക്കൊടി കാട്ടിക്കൊണ്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നതല്ലാതെ അതിനാരോ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നില്ല. അങ്ങനെ ഒരാൾ രംഗത്ത് വന്നിട്ടില്ല. പഴയകാല കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് പറയുകയുണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നാലെ ഈ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമൊക്കെയാണ്. അത് ഒരു പക്ഷേ സുന്നി ലയന സാധ്യതകൾ പോലെ മങ്ങുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല, അത് സാരല്ല. അത് പലരും ഉണ്ടാകുന്നു. ഇതിനു മുമ്പും അങ്ങനെ ചില ചർച്ചകളൊക്കെ നടത്തി രംഗത്തിറങ്ങി ഇരു സമസ്തയുടെയും പ്രതിനിധികൾ ഇരുന്ന് ചർച്ച ചെയ്തതാണ്. കുറേയൊക്കെ പുരോഗതി ഉണ്ടായി. പക്ഷേ പിന്നീട് അത് വേണ്ടതുപോലെ അങ്ങോട്ട് ഫലപ്രദമാവാതെ അകന്നു നിൽക്കുകയാണ്. അത് ഇപ്പോൾ ആരൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നു. അതോടുകൂടെ രണ്ട് നേതാക്കളും വളരെ അനുകൂലമായ പ്രതികരണമാണ് നടത്തിയത്. പക്ഷേ അത് നടക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ആ നിലക്ക് നടക്കുന്നതായിരിക്കും നന്നാവുക. കാരണം ഭിന്നിപ്പ് എന്നുള്ളത് സംഘടനക്കും പ്രസ്ഥാനത്തിനൊക്കെ ദോഷമായിരിക്കുമല്ലോ. ഏതോ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അതിൽ നിന്ന് പിന്മാറണം എന്ന ഒരു ഉദ്ദേശമാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയിൽ കാണുന്നത്. തങ്ങളതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി കൂടുന്നതിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല. ആയിരിക്കണം. അതായിരിക്കും. അദ്ദേഹമാണല്ലോ അത് കൂടുതൽ ഒരു കക്ഷിയുടെ നേതൃത്വം നൽകിയ ആൾ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയുന്നത് പോലെ നമ്മൾക്കത് അറിഞ്ഞോളന്നില്ല. അത് പറയുന്നത് അദ്ദേഹമാണത് വിശദീകരിക്കേണ്ടത് ആരാണ് എന്നുള്ളത്. ചില ലീഗ് അനുകൂലികളാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം കൂടി പറയുന്നത്. താങ്കൾ മൃതവല്യല്ല, അതോടൊപ്പം തന്നെ ഇസ്ലാമിക് സ്കോളർ അല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് എന്നാണ് ആരോപണം. ഈ കോടതി എന്നുള്ളത് ആർക്കെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു സ്ഥലമാണ്. അതിന് അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോടതിയായിരിക്കും. എന്തും ആർക്കും ഏത് അപേക്ഷയും കൊടുക്കാം. അപേക്ഷയിൽ തീരുമാനം കോടതി അന്തിമമായിട്ട് എടുക്കും. അപ്പോഴേ നമ്മളതിന് പ്രതികരിക്കേണ്ടതുള്ളൂ. ഓരോരുത്തരുടെ അവകാശത്തിനെതിരെ നമ്മളെന്താക്കേണ്ടത്, ശബ്ദിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കളെ രാഷ്ട്രീയമായി തന്നെ ആക്രമിച്ച് ഈ വഖഫ് ബോർഡിൽ നിന്ന് ഒഴിവാക്കാൻ നീക്കമാണ് നടക്കുന്നത്. അതും എനിക്കറിയില്ല. അങ്ങനെ ഒന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനതിലേക്കൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നെ ഒഴിവാക്കാനുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ നീതി. അതാണ്. അത് കോടതി പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പറയും. കോടതി പറയട്ടെ. നമ്മളടുത്തൊന്നും കേസും കാര്യമൊന്നും വന്നിട്ടില്ലല്ലോ. വരുമ്പം അതിൻ്റെ രൂപത്തിൽ കോടതിയോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ പ്രതികരിക്കും.